ാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ വിദ്യാധരൻ മാസ്റ്ററാണ്. ഈ ഒരു വിദ്യാഭ്യാസ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് നമ്മോട് സംവദിക്കുന്നതിനായി ശ്രീ വിദ്യാധരൻ മാസ്റ്ററെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ഏവർക്കും നമസ്കാരം. ഇന്ന് ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം. ഞാൻ ചിറ്റൂർ കോളേജിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ വന്നു. അതിനുശേഷം ഒരു 8-10 വർഷം മുമ്പോട്ട് രണ്ടാമത് വന്നു. എന്നിരുന്നാലും എനിക്ക് ഈ പരിസരം കോളേജ് നിൽക്കുന്ന സ്ഥലം അറിയാതെ കുറച്ച് ചുറ്റി ചോദിക്കുമ്പോൾ നേരെ പോയിട്ട് റൈറ്റ് പോവുക, പിന്നെ ലെഫ്റ്റ് പോകാൻ പറഞ്ഞു. എന്തായാലും ആ വഴിക്കൊക്കെ സഞ്ചരിച്ചുകൊണ്ട് എത്തി. കുറച്ച് നേരം ചുറ്റിയിരുന്നു. താഴെ മൊബൈലിൽ നിന്ന് വിട്ടുപോയി സ്ഥലം. കൃഷ്ണേന്ദ്രൻ പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യം ഇവിടെ പോയത്. എത്ര വർഷം മുമ്പെന്ന് ആലോചിച്ചത് ഒന്നും അറിയില്ല. കൃഷ്ണേന്ദ്രൻ ഇവിടെ പഠിക്കുന്ന സമയത്ത് ഇവിടെ മോഹിനിയാട്ടത്തിന് ഹരണമായിക്കൊണ്ടാണ് കലാക്ഷേമാത്തിന്. ആ ഓർമ്മ ഇപ്പം തീർച്ചയായിട്ടും പുറത്തേക്ക് വരികയാണ്. അന്ന് ഞാൻ കൃഷ്ണാനിക്കാരുടെ ബാലമുള്ള പദം പാടിയിട്ട് ക്ഷേമം നൽകിയാണ്. അത് കേട്ടപ്പോൾ കൃഷ്ണേന്ദ്രൻ്റെ കൂടെയുള്ള 2-3 കുട്ടികളും കൂടി എന്നെ വിട്ടില്ല. ആ കൊടുത്തില്ല ആ ഭാഗത്ത് കൊടുത്തിരുന്നത് അതൊന്ന് ശ്ലോകം മാത്രം പാടിയാൽ മതി. കസ്തൂരിയില പല പാടി അത് മാത്രം പാടിയാൽ മതി. തന്നെ നിർബന്ധിച്ച് അവിടെ ഇരുത്തി എന്നെ പാടിച്ചു. ഓർമ്മയൊന്നും പോകില്ല. ആ പാടിയ വിധം എല്ലാവരും പാടുന്നു. എന്തിനാണെങ്കിലും ഇപ്പോൾ ഈ കൃതി പാടുന്ന ആൾക്കാർ അനവധി ഉണ്ടെങ്കിലും ഓരോരുത്തർ അവരവരുടെ രീതിയിൽ ആ രാഗഭാവം കളയാതെ എങ്ങനെയാണ് ആ പാട്ട് ആ പാടേണ്ട വിധം അതിൻ്റെ ഇണക്കി ചേർത്ത് വെച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ തനതായ രീതിയിൽ നമ്മൾ എന്തൊക്കെ സംഗതികളിൽ പാടാം, എങ്ങനെ പാടിയാലാണ് സുഖമായിട്ടിരിക്കുന്നത്, കളിക്കുന്ന ആൾക്കുള്ള സുഖം അതനുസരിച്ച് പാടിയത്. അന്നത് കൃഷ്ണത്തിലൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക വളരെ സന്തോഷമായിട്ടത് അവർ പ്രധാനം പേരും കൂടി എൻജോയ് ചെയ്തു. അങ്ങനെ പോയതിന് ശേഷം കൊല്ലം പറയുമ്പോൾ പിന്നെ കഴിഞ്ഞ ഒരു കുട്ടിയെ കൂടെ ചേർക്കാൻ വന്നപ്പോൾ ഇതിലെ പുറത്തൊരു സ്ഥലത്ത് ഞാൻ വന്നപ്പോൾ ഷീജ ടീച്ചറും മറ്റേ അവിടെ വരുന്ന രജനി ടീച്ചറും രജനിക്ക് വളരെ വർഷം മുമ്പ് ഇരിക്കാതെ ഞാൻ അവിടെ വീട്ടിൽ പോകാനാണ് പഠന നാട്ടിലേക്ക് നല്ല ബന്ധം. അവരൊക്കെ കൂടി തന്നെ എന്നെ അവിടെ കിട്ടിയപ്പോൾ ആദരിക്കണം. അതുകൊണ്ട് അവിടെ പോയി കുറച്ച് നേരത്തെ ചുറ്റി ഇതൊക്കെ പുറത്ത് പോയി. എന്നിരുന്നാലും ഇപ്പോൾ വന്നപ്പോഴുള്ള സത്യം പറഞ്ഞാൽ ഈ ചിറ്റൂര് ഇത്ര വഴി ഉണ്ടായിരുന്നു എനിക്കറിയാം. കുറേ നേരം വണ്ടിയോടിയിട്ടാണ് ഇവിടെ എത്തിയത്. എന്തായാലും നല്ല ചടങ്ങിലൂടെ വരാൻ കഴിഞ്ഞു. മഹാനായ സംഗീതത്തിൻ്റെ പേരിൽ ജന്മശതാബ്ദി ആഘോഷിക്കുന്ന വേളയിൽ അതിൽ പങ്കെടുക്കുക, അത് നിങ്ങൾക്ക് കാണാൻ കഴിയുക എന്നുള്ള വലിയൊരു അനുഗ്രഹമായി തോന്നുന്നു. പിന്നെ വീട്ടിൽ മുറിയിൽ എൻ്റെ സുഹൃത്ത് വർഷങ്ങളോളായിട്ട് വന്നതാണ്. അതിനോട് ഇന്ന് അതിപ്പോൾ നന്നായിട്ട് സംസാരിച്ചതെന്ന് മനസ്സിലാക്കിയത് ഒരു പാട്ട് എങ്ങനെ പാടാം, പാട്ടിൻ്റെ ഉള്ളിൽ പറയുന്ന കാര്യം വെറുതെ ശബ്ദം ഉണ്ടാക്കി പാട്ട് പാടുന്ന പാട്ട് ഈ സംഗീത സംവിധായകൻ എന്ത് ചെയ്തു, എനിക്കൊരു പാട്ടിൻ്റെ മെലഡി എങ്ങനെ നിൽക്കുന്നു, അതിൻ്റെ ഈണവും അത് ചേർത്ത് വെച്ചാൽ ആ വരികൾക്ക് ചേർത്തിട്ട് സംഗീതാവിഷ്കരണം അത് ചോർന്നു പോകാതെ അതൊന്നും നമ്മുടെ വക കോൺട്രിബ്യൂഷനുമായി ചേർക്കരുത്. ഇംപ്രവൈസ് കേൾക്കാൻ പറ്റില്ല. ഇംപ്രവൈസിൻ്റെ കാര്യമില്ല. പല പാട്ടുകളും നല്ല ബോധമുള്ള ആൾക്കാർ ഇംപ്രവൈസ് ചെയ്ത് ആ പോഷകങ്ങളെ തക്കില്ലെന്ന് തോന്നും. എന്നിരുന്നാലും അനവധി പാട്ടുകൾ ഗുരുക്കന്മാർ ജീവിതത്തോട് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. വൃത്തിയായിട്ട് പാടുക. ശബ്ദം 2ാം സ്ഥാനം കൂടുതൽ കാരണം പറയും. ശബ്ദമല്ല പ്രധാനം. എന്ത് പാടുന്നു, എന്താണ് പാട്ട്, എങ്ങനെയാണ് പാട്ട് പാടേണ്ടത് എന്ന വകതിരും ഓരോ പാട്ടുകാർക്കുമുണ്ട്. നല്ല ശബ്ദമുണ്ട്, പാവൊന്നും 1 ലക്ഷം എന്ന് സാധിക്കും. കാരണം ഈ ശബ്ദം
പെർഫെക്റ്റായിട്ട് നല്ല സംഗീതമൊക്കെ പാടാൻ പറ്റില്ല, നല്ല ജ്ഞാനസം, പക്ഷെ ശബ്ദമില്ല, എന്താ ചെയ്യുക എന്ന് വിഷയം. നേരെ മറിച്ച് ശബ്ദത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ് കേൾക്കും. എന്ത് മനോഹരം, ഗംഭീരം, ആ പാടുന്ന വിധം കേൾക്കുന്നുണ്ടാവുന്ന ഒരു അനുഗ്രഹം, ഒരു സുഖം. ശബ്ദത്തിൻ്റെ പിന്നാലെ പോകില്ല. അപ്പോൾ കേൾക്കാൻ കൊള്ളാവുന്നൊരു ശബ്ദം ഉണ്ടായാൽ കൊള്ളാം, അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇപ്പോൾ എന്നെ കുറച്ച് പാട്ടുകൾ പാടി ഞാൻ കേട്ടു, ഒരുപാട് മിസ്റ്റേക്കുകൾ അതിലുണ്ട്. ഞാൻ തങ്ങിയ പാട്ട് അങ്ങനെയല്ല. പക്ഷെ നിങ്ങളുടെ ടാലൻറ്റ് നിങ്ങളത് പാടാൻ ശ്രമിക്കുക, സന്തോഷം. പെർഫെക്റ്റായിട്ട് ഏത് പാട്ടാണെങ്കിലും നമ്മൾ പാടാൻ ശ്രമിക്കുക. അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് കേട്ടുകൊണ്ടേ ഇരിക്കുക. ഒരുപാട് വ്യത്യസ്തമായ പാട്ടുകൾ പാടി പഠിക്കുക. ഈ സംഗീതമൊക്കെ അഭ്യസിക്കുന്നവർക്കൊക്കെ വേണ്ട കാര്യം നല്ലവണ്ണം കേൾക്കുക. ക്ലാസിക്കൽ മ്യൂസിക്കുകളല്ല, നിങ്ങൾ അധ്യാപകന്മാർ പാടുന്നത് കേൾക്കുക. കേട്ടിട്ട് നമ്മൾ പഠിക്കുന്ന പാഠവും ഇതും കൂടെ ഒത്തുനോക്കി അത് നിങ്ങളുടെ ഉള്ളിൽ ജ്ഞാനമുള്ളവർക്കുള്ള കാര്യം പറയുന്നത്. അതിനെക്കുറിച്ച് ഈ ജ്ഞാനമില്ലാത്ത ആൾക്കാരിൽ നിന്ന് ഒരുപാട് കാര്യമില്ല, നടക്കില്ല. ജീവിതത്തിൽ നമ്മൾ അങ്ങനൊരു സിദ്ധി നമുക്കുണ്ടെങ്കിൽ അത് നന്നാക്കി കൊണ്ടുവരാൻ നമ്മളുടെ സ്വന്തമായ പ്രയത്നമാണ് ഏറ്റവും വലിയ കാര്യം. ദൈവവും ഗുരുവും ഒന്നിച്ചു വരികയും ദൈവത്തിന് ഗുരുവിന് അതിനാണ് ഒരു പട്ട വരിക. അപ്പം അച്ഛനമ്മ ഗുരു, അത് കഴിഞ്ഞാൽ ദൈവം. അത് മനസ്സിലാക്കുക. അപ്പം നമ്മുടെ പ്രവർത്തനമാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ അസാധ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇത് എന്ത് നല്ലയുള്ള പ്രയത്നം. എത്ര കാലം ജീവിതമുണ്ട് അത് പറയാൻ പറ്റില്ല. അത്ര കാലം ഇതിന് ഉപാസിക്കുക, ഇതെന്താണ് മനസ്സിലാക്കാൻ ശ്രമിക്കുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവരോട് നിർന്നെന്ന് പറയാൻ വേണ്ടി ഉത്സാഹിക്കുക. സ്വന്തമായി പ്രയത്നമാണ്. ഒക്കെ ഈശ്വരത്തെ എന്ന് പറഞ്ഞാൽ കാര്യമില്ല. നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ ഈശ്വരൻ ചെയ്യില്ല. 8 കാര്യം നമ്മൾ ചെയ്യും, 2 കാര്യങ്ങളുണ്ട്. 8 കാര്യം നമ്മൾ ചെയ്യണം, നമ്മൾ ചെയ്തേ പറ്റും. 2 കാര്യം നമുക്ക് അവിടെ കിട്ടും എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളാണ് മുന്നിൽ നിൽക്കുന്നത്. പ്രവർത്തനം, നമ്മുടെ പ്രാക്ടീസ്, നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി പാടി ശീലിച്ച് പ്രാക്ടീസ് ചെയ്ത് സാധന ചെയ്ത് ഉണ്ടാക്കി ഓരോരോ സംഗതികൾ പാടുമ്പോൾ ആ സംഗതിയുടെ വൃത്തി അതെങ്ങനെ പാടിയിരിക്കുന്നു അതുപോലെ നമ്മൾ പാടാൻ ശ്രമിക്കണം. അത് നിങ്ങൾ സ്വന്തമായ പ്രയത്നമാണ്. ഗുരുനാഥനെ നമ്മൾ മുന്നിൽ നിർത്തുന്നു. പക്ഷെ ഗുരുക്കന്മാർക്ക് പറഞ്ഞതാണ് ഉത്തരവാദിത്വം. അത് വൃത്തിയായിട്ട് പറഞ്ഞ് കേൾപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നിൽക്കുന്നു. ഗുരുവിற்கு പാടാം, അസാധ്യമായിട്ട് പാടി ഗുരുവിനെ കേൾപ്പിക്കണം. ശരിയായി ഞാൻ പറയാൻ പാടില്ല. എത്ര ഗംഭീരമായിട്ട് നമുക്ക് പ്രവർത്തിച്ച് മിടുക്കന്മാരും മിടുക്കിയാരും വരെ ഈ ലോകത്തിൽ സംഗീതത്തിൻ്റെ അത്ര സ്ഥാനം ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ സംഗീതം സ്നേഹമാകുന്നു, ദൈവമാകുന്നു, സമുദ്രമാകുന്നു എന്ന് പറഞ്ഞാൽ അധികമില്ല. ഇങ്ങനൊരു ശാസ്ത്രപേരയില്ല. ഏതൊരാൾക്കും എന്തും ചെയ്യാം. ഒരു പാട്ടുപാടാൻ പറഞ്ഞു നടക്കില്ല. എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും എത്ര വലിയ പണക്കാരനായാലും സംഗീതത്തെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ സംഗീതത്തിന് അദ്ദേഹത്തിനെ ശ്രദ്ധിക്കാൻ പറ്റുന്നു, പാടാൻ കഴിയുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്ങുകളാണ്. വേറെ മനുഷ്യർക്കൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല. ഉണ്ടാകുമ്പോൾ നല്ല ജീവിതത്തിൽ നല്ല രീതിയിൽ നല്ല മനുഷ്യരെ ജീവിക്കാൻ കഴിയുക, സ്നേഹിക്കാൻ കഴിയുക, സ്നേഹം കൊടുക്കാൻ കഴിയുക. അതാണ് ഇല്ലാത്തത്. നമുക്ക് പരസ്പരം സ്നേഹിക്കാനും സ്നേഹം കൊടുക്കാനും ഒരാൾക്ക് ഒഴിവില്ല. സ്പീഡല്ലേ. പഴയ കാലത്തെ പാട്ടുകളിൽ നിന്നും കുട്ടികൾ പാടുന്നത് നിർത്തുന്നത്. അതാണ് ശരീരം. അങ്ങനെ ശരീരത്തിൽ ചേർത്തിട്ട് ശരീരത്തോടെ വരികളാണ്. ഈ വരികളുടെ വൃത്തിയും എടുപ്പും മനസ്സിലാക്കിയിട്ട് അതിന് ചേരുന്ന വിധം സംഗീതം ചേർത്തുക. അത് കണ്ണടച്ചിട്ട് കേട്ടാൽ ആഹാ എന്ന് സത്യമാണെന്ന് ബോധ്യപ്പെടും. അതാണ് സംഗീതത്തിൻ്റെ പ്രാധാന്യം. ഒരു പാട്ടത്തിലുണ്ട്. അപ്പോൾ വേറെ ഭാഷയും ഓയിലും കുളിക്കുന്നു. കുറച്ചു കാലം എടുത്ത് സൗന്ദര്യപ്പെടുത്തിയിട്ടായിരുന്നു. അതിന് ശേഷം ഒന്നവർ യോജിച്ചപ്പോൾ ഉണ്ടാക്കിയൊരു പാട്ടാണ് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. ഇതൊരു മനോഹരം. ആ പാട്ട് പോലെ വേറെ പാട്ട് ഒരാളെ ചെയ്തിട്ട് കാര്യമില്ല. രണ്ടാമതൊരാൾക്ക് ഒരു പാട്ടുണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് എക്സാമ്പിളുണ്ട്. ഇതൊക്കെ സംഗീതത്തിൻ്റെ മേഖലയിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഇതാണ് നമ്മുടെ ജീവിതം.
അപ്പം നമുക്ക് ഉണ്ടാവേണ്ടത് നല്ല ശുദ്ധ സംഗീതവും നല്ല വൃത്തിയായിട്ടൊരു പാട്ടുകാരി ആയിത്തീരുക. ഈ പ്രാക്ടിക്കലാണ് മെയിൻ. തിയറി മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ വന്നതിനോടുകൂടി കാര്യം ചെയ്യാം. തിയറി അല്ല, ഈ തിയറി അറിയാതെ നമുക്ക് നല്ല ജ്ഞാനം കൊണ്ട് പാടാൻ കഴിയുമ്പോൾ പഠിച്ചിട്ടില്ല. ശരി, ഈ അറിവുണ്ടായാൽ അത് വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വൃത്തി ഒരു ആൾ കുറ്റപ്പെടാത്ത രീതിയിൽ സാധനത. ഞാനൊരു എക്സാമ്പിൾ പറയാം. മലയമാരുടെ രാഗാലാപം ഹൃദയം കവർന്നു ഒരു പാട്ട് സാർ എഴുതിയത്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ സിനിമയ്ക്ക് മദ്രാസിൽ ഞങ്ങൾ താമസിക്കുക. അപ്പം എൻ്റെ ഈ പൂമുടി മുറ്റത്ത് ദേവി എന്നുള്ള പാട്ട് കഴിഞ്ഞു. ഞാൻ നല്ല ഉണ്ടാക്കി കഴിഞ്ഞു, ഇഷ്ടമായി. അപ്പോൾ IPRSൻ്റെ മീറ്റിങ്ങിൽ ഞാൻ വരുമ്പോഴേക്കും ട്യൂൺ ഉണ്ടാക്കി. ഞാനത് നമുക്ക് എഴുതാം എന്ന് പറഞ്ഞു. ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു IPRSൻ്റെ. എന്താ സാറേ IPRS അറിയില്ല, ഇന്ത്യൻ പെർഫോമൻസ് എക്സസൈസ് എന്ന സംഘടന. ഇതേ നമ്പറല്ലേ? എനിക്കറിയില്ല. വേഗം ഫോൺ എടുത്ത് വിളിച്ചു. അവിടെ നിന്ന് എൻ്റെ അധികാരി വന്നു, ക്യാമറക്കാരനും വന്നു, ഫോട്ടോ എടുത്തു. 4 മണിക്കുള്ളിലെത്തി ലൈഫ് മെമ്പർഷിപ്പ് തരാം ശരി പരിസരക്കാണ്. അപ്പം അങ്ങനെ ഒരു പാട്ട് എഴുതി കിട്ടിയപ്പോൾ മലയമാരുടെ രാജാലാപ്പം ഹൃദയം തുറന്നു പറയുമ്പോൾ സാറ് സാധ്യമില്ലോ ചെറിയൊരു അഭിപ്രായത്തിൻ്റെ ഭാഗത്ത് മലയമാരുടെ രാഗം, പർട്ടിക്കുലർ രാഗം കർണാടക സംഗീതത്തിൽ വളരെ പ്രശസ്തമായ രാഗമുണ്ട്. അനവധി പാട്ടുകൾ അത് കൊടുക്കുന്നതാണ്. അപ്പോൾ ആ രാഗത്തിൽ തന്നെ നമ്മൾ നീളം ജലത്തിന് ശ്രമിച്ചില്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കാർ ഇത് പ്രത്യേകം ചെയ്ത് ഇത് കളിയാക്കും, അല്ലെങ്കിൽ മോശമായിട്ട് പറയും. മലയമാരുടെ രാഗാലാപം ഹൃദയം തുറന്നു ചെല്ലുന്നു. അപ്പോൾ മലയമാരുടെ ശുദ്ധവിദ്യാസയോ മോഹനോ കാനഡയോ കാപ്പിയോ ഏതെങ്കിലും രാഗത്തിന് നമ്മൾ പാട്ടിരിക്കാൻ പറ്റില്ല. മലയമാരുടെ രാഗം തന്നെ വേണം. ആ വലിയ അങ്ങനെ ഒരു നിർബന്ധമില്ല. വിദ്യാർത്ഥികൾ അങ്ങനെ കാര്യമില്ല. കേൾക്കുന്നത് മാത്രമല്ല, അത് തന്നെയാണെന്ന് പറയാം. അപ്പം മലയമാരുടെ രാഗം ഹൃദയം തുറന്നു പറയുമ്പോൾ തന്നെ വേണം കേസാണ്. പിന്നെ ഒന്നുകൂടി ചോദിച്ചു ആള് അത് കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ഞാനങ്ങോട്ട് ചോദിച്ചു, വിദ്യത്താണ് ക്ഷമിക്കണം, മലയമാരുടെ ഗാനാലപനമാക്കിയൊക്കെ സമയം ചോദിച്ചു. അപ്പം സ്റ്റക്കായി മുതലേ അങ്ങനെ വിടണം. അത്ര റെസ്റ്റ് ചെയ്ത് അങ്ങനെ വിടണം. അങ്ങനെയാണ് ആ പാട്ട് യേശുദാസ് പാടി പുറത്തുള്ളത്. മലയമാരുടെ ഗാനാലാപം ഹൃദയം തുറന്നു. അപ്പം സത്യം പറഞ്ഞാൽ അതിനേക്കാൾ അർത്ഥവ്യാപ്തി കൂടും. ആലോചിച്ചു നമ്മൾ പരിശോധിച്ച് ചെയ്യുക. ഒരു പാട്ടുണ്ടാക്കുന്ന പറഞ്ഞാൽ വരികൾ കിട്ടിയ എല്ലാ പാട്ടുണ്ടാക്കല്ല. പാട്ടിന് ഇളങ്ങുന്ന തരുന്ന സിറ്റുവേഷൻ അനുസരിച്ചുള്ള വരികളാണ്. വരികൾക്ക് അർത്ഥബന്ധങ്ങളുണ്ടോ, എങ്ങനെയാണ് ഈ വരികൾ പറയുന്നത്, ഇതൊക്കെ പരിശോധിച്ച് വൃത്തിയായിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ആ നിർബന്ധത്തിന് ജീവിതത്തിൽ കാണാറുള്ളൂ. ഞാൻ അന്വേഷിച്ച് പോകാറുണ്ട്. ഹൃദയം കവരുന്നു സഖിയഴകിൽ ലാസ്യമാണു വരു നീ പ്രാതസന്ധ്യേ വരൂ പ്രഭാതസന്ധ്യേ മലയ മാർഗ ഗാനാലാപം ഹൃദയം കവരുന്നു. പാട്ട് കേൾക്കും. ആ പാട്ട് പാടുന്ന സമയത്ത് രാത്രി 10 മണിക്കാണ് പാടുന്നത്. ദാസേട്ടൻ വന്നിട്ട് ഈ പാട്ട് പാടുന്ന സമയത്ത് ABM കാണാറില്ല. ആൾക്കാർ പറയുന്നു അടുത്ത പാട്ട് പഠിക്കാൻ വേണ്ടി. അപ്പം ഇത് പാടി കഴിഞ്ഞിട്ട് മുമ്പിൽ വളരെ സന്തോഷമായിട്ട് ഞാനൊന്ന് എനിക്കെൻ്റെ തൊണ്ടയിൽ കുറേ സാധനമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്, കുറച്ചൊക്കെ പാടാൻ പറ്റുന്നതൊക്കെ ആൾക്കാർ പറയേണ്ടത്. അപ്പം അതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് പാടാൻ പറ്റുന്നൊരു പാട്ടാണ്. കുറച്ച് കാലത്ത് എടുത്ത് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിമ്മതിയായിട്ട് കിടന്നോട്ടെ, നിങ്ങളിപ്പോൾ പോകണം, ഇന്ന് എനിക്ക് പറ്റില്ല എല്ലാവർക്കും പറഞ്ഞു. അന്ന് ആൾക്കാരെ കൊണ്ട് പിടിച്ചയച്ചു. എന്നിട്ട് ആ പാട്ട് കേൾക്കുന്നുണ്ടോ മനോഹരമായിട്ട് പാടുന്നുണ്ടോ. അപ്പം ഈ പറഞ്ഞതിൻ്റെ കാര്യം പറയും.
നമ്മൾ പാട്ടിനെ സമീപിക്കുമ്പോൾ നല്ലതും കെട്ടതും നമ്മൾ മനസ്സിലാക്കി നമ്മളത് വൃത്തിയായിട്ട് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ പരിശ്രമവും ഇത് ഉണ്ടാക്കിയെടുക്കണം. അത് ഗുരുക്കന്മാർ പറഞ്ഞതും കേട്ട് മനസ്സിലാക്കുക. നമ്മൾ നമ്മുടേതായ രീതിയിൽ പ്രാക്ടീസ് ഉണ്ടാക്കുക. നല്ല രീതിയിൽ നല്ല പാട്ടുകാരികളും പാട്ടുകാരന്മാരും ആകാനായിട്ട് ശ്രമിക്കുക. സ്നേഹിക്കുക, സ്നേഹം കൊടുക്കുന്നത് പിന്നെയും പറഞ്ഞ കാരണം പരസ്പരം സ്നേഹിക്കാതെ അകൽച്ചകളുണ്ടാക്കി എന്തെങ്കിലും പറഞ്ഞു പറ്റില്ല. എനിക്ക് പറ്റാത്ത വേറൊരുത്തരും പറ്റണം എന്നുള്ള മനോഭാവം നമുക്കുണ്ട്. എനിക്ക് പറ്റാത്തവന് പറ്റണ്ട എന്ന് വിചാരിക്കുന്നത് അതല്ല ശരി. അപ്പോൾ നമ്മൾ ആ രീതിയിൽ നല്ല കുട്ടികളായിട്ട് നല്ല മിടുക്കികളും മുറുക്കന്മാരായിട്ട് വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടെ കൂടുതൽ എനിക്ക് കുറച്ച് സ്ട്രെയിനായിട്ട് റെസ്റ്റ് ഇല്ലാണ്ട് ഓട്ടുന്നുണ്ട്. അത് പറയുമ്പോൾ പ്രശ്നമുണ്ട്. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറഞ്ഞില്ല. ഞാൻ എന്തായാലും ഈ പരിപാടി നിങ്ങളുടെയൊക്കെ എല്ലാവരെയും നല്ല മനസ്സോടെ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്ന അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ശ്രീ